നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. കുറേ നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരുന്നത്. പരീക്ഷകൾ എടുക്കുന്നതിന് സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പരീക്ഷ വന്നിട്ട് കിടന്ന് വെപ്രാളപ്പെടാതെ അതിനു മുമ്പേ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ പഠിച്ച് ഒതുക്കാൻ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാടുള്ളത് ഏതാണോ, സയൻസ് ആയിരിക്കും, ചിലവർക്ക് മാത്സ് ആയിരിക്കും, അതൊക്കെ നല്ല കറണ്ട് അഫേഴ്സ് ആയിരിക്കും, അതൊക്കെ ഇപ്പം നല്ല രീതിയിൽ റിവിഷൻ നടത്തേണ്ട സമയമാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് സയൻസ് നല്ല ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് 8ലെയും 9ലെയും 10ലെയുമായി സ്കൂൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കുറേ സയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് റിവിഷനുമായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരോട് പറയാനുള്ളത്, ഞങ്ങളെയൊന്നും അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ അവസരങ്ങളും വാശിയോടുകൂടി പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്, അല്ലേ? ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ഞാൻ ഇത്ര പഠിച്ച് തീർക്കും എന്ന വാശിയോടുകൂടി മുന്നോട്ടൊന്ന് പോയി നോക്കേ, നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ടി വരത്തില്ല. ഇതില്ലെങ്കിൽ അറ്റവും മൂലവും പഠിച്ച് ഓരോ പരീക്ഷ കിട്ടാതാകുമ്പം നാട്ടുകാരുടെ മുഖം നോക്കാൻ വയ്യ, ബന്ധുക്കളുടെ മുഖം നോക്കാൻ വയ്യ, അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ വയ്യ, കൂട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യ, ചിലപ്പോൾ ജൂനിയറായ കുറേ കൂട്ടുകാർ ജോലി കയറി, നീ എന്തോ എടുത്തുകൊണ്ടിരുന്നേ, ഇത്രയും വർഷം നിനക്ക് എന്താണ് എന്നുള്ള തോന്നലുകൾ വരും. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അർഹതപ്പെട്ടത് തന്നെ. അല്ലാതെ വലിയ തലയുള്ളവന്മാർ മാത്രമേ ഈ പരീക്ഷ എഴുതി കയറുമെന്നൊന്നും കാണും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? ചിലവർ പറയുന്നുണ്ട്, 10ാം ക്ലാസ് വരെ ഞാൻ പഠിക്കത്തില്ലായിരുന്നു സാറേ, +2 കഴിഞ്ഞ് PSCയിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്കങ്ങ് വാശിയായി സാറേ. ചിലവർ പറയുന്നത്, ഞാൻ 35ാമത്തെ വയസ്സിലാണ്, എൻ്റെ അവസാനത്തെ അവസരത്തിലാണ് സാറേ പഠിച്ചു തുടങ്ങിയത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. ഇപ്പൊ ദാ കമ്പനി ബോർഡ് LGSൽ ഇഷ്ടം പോലെ വേക്കൻസി വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറം വരും. കഴിഞ്ഞ പ്രാവശ്യം ഇതേന്ന് പറഞ്ഞ് പഠിച്ചത്, അപ്പൊ എവിടെ കിടന്നാൽ ഈ ലിസ്റ്റിൽ എവിടെ ഉണ്ടോ ജോലി ഉറപ്പാണ് എന്ന് പറഞ്ഞ് 2000-ന് മേളിൽ ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഒരു നേരം ഇതിനു വേണ്ടി ഒന്ന് മാറ്റിവെച്ചാൽ ഒരു സമയത്ത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആഗ്രഹിച്ച കുറേ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ജോലി നിങ്ങളുടെ കയ്യിലിരിക്കുക. ഓരോ ജോലി കിട്ടുമ്പോൾ അടുത്തടുത്ത ജോലികൾ കിട്ടും. കാരണം ഒരെണ്ണത്തിൽ വരുമ്പോഴായിരിക്കും വാശിയോടുകൂടി എനിക്ക് അടുത്ത പഠിക്കണം എന്ന വാശി. ഇതൊക്കെ അങ്ങോട്ട് പഠിച്ച് പരീക്ഷ എഴുതി നിൽക്കുന്ന സമയത്തായിരിക്കും ഇനി LDC വിളിക്കും, അല്ലാതെ LGS വിളിക്കും, അല്ലെ യൂണിവേഴ്സിറ്റി LGS വിളിക്കാം. പിന്നെ ഓരോ പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പം ഓരോരുത്തരോടും പറയാം, മുന്നിലോട്ടുള്ള പരീക്ഷയ്ക്ക് വാശിയോടുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അല്ലാതെ മറ്റുള്ളവരെ നോക്കി അസൂയപ്പെട്ടിട്ടോ, മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കണ്ടിട്ടോ, ചിലവർ കണ്ടിട്ടില്ലേ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിരുന്ന് അസൂയപ്പെടും. അവൻ ഗവൺമെന്റ് ജോലി കയറിയപ്പോൾ, അവള് ഗവൺമെന്റ് ജോലി കയറിയപ്പോൾ ഓണാഘോഷമോ ഡ്രസ്സ്, ഒരേ തരത്തിലുള്ള ഡ്രസ്സ്, അവള് പുതിയ വീട് വെക്കുന്നു, ലോൺ എടുക്കുന്നു, വണ്ടി ഹസ്ബൻഡോ അല്ലെങ്കിൽ ആൾക്കാരും മക്കളുമായിട്ട് പുതിയ വണ്ടി എടുക്കുന്നു, അതിന്റെ താക്കോൽ കൈമാറുന്നു. ഇതൊക്കെ കണ്ട് ദുഃഖിച്ചിരിക്കാൻ വേണ്ടിയാണോ? അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്കും വേണം. നിങ്ങളുടെ ആ ഒരു സാലറി ഇട്ട്, നിങ്ങൾക്ക് ചെറിയ സാലറി എങ്കിൽ ചെറിയ സാലറി ആയാലും അത് ഏറ്റവും വില പിടിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യങ്ങൾ വരെ ഉണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് എന്തായാലും വലിയ ലക്ഷ്യങ്ങളൊന്നും കാണത്തില്ല, നിങ്ങൾക്ക് പരിമിതമായ ലക്ഷ്യങ്ങളായിരിക്കും. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ ഒരു ജോലി വേണ്ടേ? നേടിയിരിക്കും എന്ന വാശിയോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളോട് എനിക്കും പറയാനുള്ളത്, ഇന്ന് ഞാൻ കുറച്ച് നല്ല റിവിഷനുമായിട്ട് വന്നിരിക്കുക. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഇച്ചിരി കണക്ട് ചെയ്തൊക്കെ പറയാം. അതൊക്കെ നിങ്ങളുടെ, നമുക്കിപ്പോൾ ഒരു അധ്യാപകൻ കുറേ വർഷം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും കാണുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ തലയിൽ നിൽക്കുന്നുണ്ട്, ഇന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇന്ന ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കുന്നുണ്ട്, റിവിഷൻ വരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും പറയുമ്പോൾ അത് നിങ്ങളുടെ ആവശ്യകതയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ലോകത്തെങ്ങും കേൾക്കാത്ത GK ആയിട്ടൊന്നും ഞാൻ വരുന്നില്ല. ബേസിക് GK അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥം? നമുക്ക് തുടങ്ങാം. ഞാൻ കൂടുതലും പറഞ്ഞു പോകുന്നില്ല. ഇന്ന് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നല്ലൊരു കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കേ, മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥി. ഏറ്റവും ചെറിയ മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണെന്ന് അറിയാം, അല്ലെ? ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാ? തൈറോയിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? പൈനിയൽ ഗ്രന്ഥിയാണ്. പൈനിയൽ എന്നൊക്കെ പറയാം. അപ്പൊ ബയോളജിക്കൽ ക്ലോക്ക് എന്നും ജൈവ ഘടികാരം എന്നൊക്കെ വിളിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ പൈനിയൽ ഗ്രന്ഥി. ഇനി നായക ഗ്രന്ഥി എന്ന അപരനാമമുള്ള ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നായക ഗ്രന്ഥി എന്ന അപരനാമം
നാമം ആർക്കാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അപ്പൊ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് ഏറ്റവും വലുത്. അപ്പൊ നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാ? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ബയോളജിക്കൽ ക്ലോക്ക് ഏതാ? ബയോളജിക്കൽ ക്ലോക്ക് ഏതെന്ന് വെച്ചാൽ പൈനിയൽ ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി അറിയപ്പെടുന്ന പേര് ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ആരാ? തൈറോയിഡ് ഗ്രന്ഥിയാ. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? കരളാണ്. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാ? പൈനിയൽ ഗ്രന്ഥി. സെറ്റ് ആണല്ലോ. അപ്പൊ ആദംസ് ആപ്പിൾ ഏതാ? ആദംസ് ആപ്പിൾ എന്ന വിശേഷണവുമായി നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി വരുന്നു. മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസിനെയാണ്. മധുര ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് എന്തിനാ? പാൻക്രിയാസിനെ. യുവത്ത ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. യുവത്ത ഗ്രന്ഥി, പാൻക്രിയാസ്. അപ്പൊ നല്ല ആദ്യത്തെ കൺഫ്യൂസിംഗ് ഫാക്ട്സ് തീർന്നു. ഇത് പരീക്ഷയ്ക്ക് ഗ്രന്ഥികൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാ ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട്. നോക്ക്, മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് പീനിയൽ ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്ന് വിളിക്കുന്നത് ഏതാ? തൈറോയിഡ് ഗ്രന്ഥി. അടുത്തത് നമ്മുടെ നായക ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി, യുവത്ത ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. പിന്നെ നമ്മൾ കൂടെ പഠിച്ചായിരുന്നു മധുര ഗ്രന്ഥി. മധുര ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ്. ആഗ്നേയ ഗ്രന്ഥി എന്നൊക്കെ പറയാമേ. പാൻക്രിയാസ് ആണ് മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ഇത് സെറ്റ് ആണല്ലോ, കുഴപ്പമില്ലല്ലോ ടോപ്പിക്കില്. അപ്പം ഇതൊന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കുക. ബേസിക്, നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കേ, ഇവരുടെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞു, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് അല്ലെ. ഏറ്റവും വലിയ അവയവം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതല്ല പറയുന്നത് അല്ലെ. ഏറ്റവും വലിയ, അപ്പം ഏറ്റവും ഭാരം കൂടിയത് കരളാണ്. 1500 ആണ് ഭാരം കൂടുതൽ. പിന്നെ മസ്തിഷ്കത്തിന് 1400 വരുത്തുള്ളൂ. അപ്പം കരളിന്റെ ഭാരം, ഏറ്റവും ഭാരം കൂടിയ അവയവം ഏത് എന്ന് ചോദിച്ചാൽ കരൾ പറഞ്ഞാൽ മതി. കരളിന് എത്രയാണ്? 1500 ഗ്രാം ആണ്. അപ്പം ഇതിന് എത്രയാണ്? തലച്ചോറിന്, മസ്തിഷ്കത്തിന് 1400 ഗ്രാമേ ഉള്ളൂ അല്ലേ. കരളിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി അല്ലേ. കരളിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഹെപ്പറ്റോളജി. നമുക്ക് ഹെപ്പറ്റോളജി ഉണ്ട്, ഹെർപ്പറ്റോളജി ഉണ്ട് അല്ലേ. ഹെപ്പറ്റോളജി ഉണ്ട്, ഹെർപ്പറ്റോളജി ഉണ്ട്. എന്താണ് ഹെർപ്പറ്റോളജി? ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ ഹെർപ്പറ്റോളജി ഏതാണ്? ഉരകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. അതുപോലെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഏതാ? തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി അല്ലെ. ഫ്രിനോളജി. ക്രേനിയോളജി അഥവാ ക്രാനിയോളജി ഏതാണ്? ക്രാനിയോളജി. ക്രാനിയോളജി തലയോടിനെ കുറിച്ചുള്ള പഠനം. അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി ആണെങ്കിൽ തലയോടിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ക്രാനിയോളജിയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഗ്രന്ഥി. എന്തായിരുന്നു വിശേഷണം? തൈറോയിഡ് ഗ്രന്ഥിയുടെ വിശേഷണം ആദംസ് ആപ്പിൾ അല്ലെ. ആദംസ് ആപ്പിൾ എന്ന് വിളിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അടുത്ത മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥി. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഉറങ്ങാനൊക്കെ സഹായിക്കുന്ന ഹോർമോൺ ഇല്ലേ, മെലാറ്റോണിൻ, സെറാട്ടോണിൻ, ഇതൊക്കെ നമുക്ക് ഉത്പാദിപ്പിക്കുന്നത് ഇവരാ. പൈനിയൽ ഗ്രന്ഥിക്കാരാണ്. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് ഹോർമോൺ അങ്ങോട്ട് പഠിക്കാം. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി, ഏറ്റവും അന്തർസ്രാവി തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ ഹെപ്പറ്റോളജിയാണ് കരളിനെ കുറിച്ചുള്ള പഠനം. ഹെർപ്പറ്റോളജി ഏതാ? ഹെർപ്പറ്റോളജി ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം. തലച്ചോറ് ഏതാ? തലച്ചോറ് ഫ്രിനോളജിയാണ് അല്ലെ. മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാം ആണ് അല്ലെ. തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലമല്ലേ മെനിഞ്ചസ്. മെനിഞ്ചസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതിനെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? തലച്ചോറിലെ മെനിഞ്ചസിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മെനിഞ്ചൈറ്റിസ്. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ബാക്ടീരിയ ആണ്. മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതാ? ബാക്ടീരിയയാണ്. മറന്നു പോരുത്. അതുപോലെ ഈ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയുണ്ട്. അതാണ് സെറിബ്രൽ ഹെമറേജ്. പൊട്ടുക, രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. നമുക്ക് രണ്ട് രോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? സെറിബ്രൽ ഹെമറേജും ഉണ്ട്, സെറിബ്രൽ ത്രോംബോസിസും ഉണ്ട്. മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ എന്താണ്? തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് സെറിബ്രൽ ഹെമറേജും, രക്തക്കുഴലുകൾ കട്ട പിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ്. തെറ്റാണോ? ഓക്കെ. അപ്പം ഇനി ഞാൻ 2-3 പഠനശാഖകൾ ഞാൻ ചോദിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കെ? കണ്ണിനെ കുറിച്ചുള്ള പഠനമല്ലേ ഓഫ്താൽമോളജി അല്ലേ. മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓഫ്താൽമോളജി. ചെവിയോ? ചെവി ഓട്ടോളജി. ചെവി ഏതാണ്? ഓട്ടോളജി. ചെവിയിലെ 3 അസ്ഥികൾ ഓർമ്മയുണ്ടോ? മാലിയസ്, ഇംഗസ്, ടേപ്പിസ് എന്നൊക്കെ പറയുന്നത്. മാലിയസ്, ഇംഗസ്, അത് ചെവിയിലെ അസ്ഥികളാണ്. അപ്പൊ ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി അല്ലേ. മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി.
മൂക്കിനെ കുറിച്ചുള്ള പഠനം ഏതാ? റൈനോളജിയാണ്. അപ്പൊ ചെവി ഓട്ടോളജി ആണെങ്കിൽ, മൂക്ക് റൈനോളജി ആണെങ്കിൽ, കണ്ണ് ഓഫ്താൽമോളജി. പല്ല് ഏതാണെന്നറിയാമോ? പല്ല് ഓഡന്റോളജി. പല്ലിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓഡന്റോളജിയാണ് പല്ലിനെ കുറിച്ചുള്ള പഠനം ഏതെന്ന് വെച്ച്. നമ്മുടെ ഹൃദയമല്ലേ കാർഡിയോളജി, ഓർമ്മയില്ലേ? ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി. അപ്പൊ നെഫ്രോളജി വൃക്ക. നെഫ്രോളജി ഏതാണ്? വൃക്ക. ശ്വാസകോശം അല്ലേ പൾമിനോളജി എന്ന് വിളിക്കുന്നത്. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? പൾമിനോളജി എന്ന് വിളിക്കുന്നത്. നമ്മുടെ രക്തത്തെ കുറിച്ചുള്ള പഠനം ഏതാ? അതാണ് ഹീമറ്റോളജി. രക്തത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഹീമറ്റോളജി. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അപ്പൊ ത്വക്ക് ഡെർമറ്റോളജി, രക്തം ഹീമറ്റോളജി, കരള് ഹെപ്പറ്റോളജി, ഹൃദയം കാർഡിയോളജി, വൃക്ക നെഫ്രോളജി, ശ്വാസകോശം പൾമിനോളജി. ഭ്രൂണം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഭ്രൂണം എംബ്രിയോളജി. ഭ്രൂണത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? എംബ്രിയോളജിയാണ് ഭ്രൂണത്തെ കുറിച്ചുള്ള പഠനം. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. അപ്പം ഈ മൂന്നെണ്ണം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ കരളാണ് നമ്മൾ പറയേണ്ടത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കേ, അടിയന്തര ഹോർമോൺ. ഇനി ഹോർമോണിന്റെ വിശേഷണം നോക്കേ. അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കുന്നത് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ആണ്. അടിയന്തര ഹോർമോൺ എന്ന് പറയുന്നത്. സർജിക്കൽ ഹോർമോൺ എന്ന വിശേഷണമാണ് നോൺ എപ്പിനെഫ്രിൻ. നോൺ അഡ്രിനാലിൻ അഥവാ നോൺ എപ്പിനെഫ്രിൻ. അപ്പം അഡ്രിനാലിനും ഉണ്ട്, നോൺ അഡ്രിനാലിനും ഉണ്ട്. അടിയന്തര ഹോർമോൺ അഡ്രിനാലിനാണെങ്കിൽ സർജിക്കൽ ഹോർമോൺ ഏതാണ്? നോൺ അഡ്രിനാലിനാണ്. യുവത്വ ഹോർമോൺ, നമ്മളെ യുവത്വ ഗ്രന്ഥി ഓർമ്മയുണ്ടോ? തൈമസ് ഗ്രന്ഥി. അവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് യുവത്വ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് യുവത്വ ഹോർമോൺ. ഏതാ? തൈമോസിൻ. യുവത്വ ഹോർമോൺ ഏതാ? തൈമോസിൻ. വളർച്ചാ ഹോർമോൺ എന്ന് വിളിക്കുന്നത് സൊമാറ്റോട്രോപിക് ഹോർമോണിനെയാണ്. വളർച്ചാ ഹോർമോൺ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? സൊമാറ്റോട്രോപിക് ഹോർമോൺ. അപ്പൊ ആ ഹോർമോൺ ഒന്നും കൂടെ പറയാം. അടിയന്തര ഹോർമോൺ ഏതാ? അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ. പിന്നെ സർജിക്കൽ ഹോർമോൺ നോൺ അഡ്രിനാലിൻ അഥവാ നോൺ എപ്പിനെഫ്രിൻ. യുവത്വ ഹോർമോൺ തൈമോസിൻ. വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപിക്. വളർച്ചാ ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപിൻ. അത് സൊമാറ്റോട്രോപിക് ഹോർമോൺ. ഇനി ഞാൻ നല്ലൊരു രണ്ടൊരു വേർഡുകൾ എഴുതിയിരിക്കുന്നത് നോക്കേ. ഏതാന്ന് നോക്കേ. ഡയബറ്റിസ് മെലിറ്റസും ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. പലപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു രണ്ട് അസുഖങ്ങളല്ലേ. ഡയബറ്റിസ് മെലിറ്റസും ഉണ്ട്, ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഉണ്ട്. അത് പോയിന്റ് രണ്ട് ഐറ്റം ആണ്. നോക്കേ എന്താന്ന് നോക്കേ. ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുമ്പോഴാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇൻസുലിൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക മെലിറ്റസ് ആണ്. ഇൻസുലിന്റെ ഉൽപാദനം കുറയുമ്പോൾ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തുവിടുന്ന അവസ്ഥ ഏതാണ്? അത് ഡയബറ്റിസ് മെലിറ്റസ്. അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താ നോക്കിയത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് അത് വേറൊന്നാണ്. നമ്മുടെ വൃക്കയില് ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. പുനരാഗീകരണത്തെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതിന്റെ പേരാണ് വാസോപ്രസിൻ. വാസോപ്രസിൻ എന്ന് പറയുന്നത് അഥവാ ADH എന്ന് പറയും. അതിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഏതാ? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പം വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ അഥവാ ADH-ന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഏതാണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. സെറ്റാണോ? അപ്പൊ ഡയബറ്റിസ് മെലിറ്റസും പഠിച്ചു, ഡയബറ്റിസ് ഇൻസിപ്പിഡസും പഠിച്ചു. എന്താ ഡയബറ്റിസ് മെലിറ്റസ്? ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടാൽ അത് മെലിറ്റസ്. മെലിറ്റസ്. അപ്പൊ അവിടെ ഇൻസുലിന് ലീ ഉണ്ട്, ഇവിടെ മെലിറ്റസ് ഓർത്താതി. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുമ്പോഴാണ് വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ അഥവാ ADH. അതിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. റിവിഷൻ നടത്തി വെച്ചിരിക്കണേ. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. അടുത്തത് തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ്. നേരത്തെ ഞാൻ പറഞ്ഞു തന്നു ഹെമറേജ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാടെ. ഹാമർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഹാമർ കൊട്ടുപടി നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഹാമർ അത് നമ്മൾ പൊട്ടിക്കാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ? പൊട്ടിക്കാനാണ് ഹാമർ ഉപയോഗിക്കുന്നത്. അപ്പൊ സെറിബ്രൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ മതി. രക്തക്കുഴലുകൾ പൊട്ടിയാൽ എന്താണ്? സെറിബ്രൽ ഹെമറേജ്. ഇനി അവിടെ ഒരെണ്ണം എഴുതാൻ വിട്ടുപോയി. സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ട്. ത്രോംബോസിസ് അത് തലച്ചോറിലെ രക്തക്കുഴലുകൾ കട്ട പിടിക്കുന്ന അവസ്ഥ കേട്ടോ. കട്ട പിടിക്കുന്ന അവസ്ഥ ഏതാണ്? സെറിബ്രൽ ത്രോംബോസിസ്.
അപ്പൊ സെറിബ്രൽ ഹെമറേജും പഠിച്ചു, സെറിബ്രൽ ത്രോംബോസിസും പഠിച്ചു. തെറ്റിപ്പോരുതേ, കട്ട പിടിക്കുന്നതാണ് സെറിബ്രൽ ത്രോംബോസിസ്. അടുത്ത ഓക്കെ, ഇനി എന്താണ് നമ്മുടെ മസ്തിഷ്കത്തിലെ രണ്ട് ഭാഗമല്ലേ, സെറിബ്രവും മെഡുല ഓബ്ലോങ്കേറ്റയും അല്ലെ, ഇത് കേട്ടിട്ടുണ്ടല്ലോ. ഈ സെറിബ്രം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്താ ഈ ഐച്ഛിക പ്രവർത്തനം? ഐച്ഛിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബുദ്ധി, ചിന്ത, ഭാവന, വിചാരം, ഇങ്ങനെയുള്ള കുറെ വെളിയിലോട്ട് വരുന്ന പ്രവർത്തനങ്ങളിലൂടെ ബുദ്ധി, ചിന്ത, ഭാവന ഇവയൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്ര. അതുകൊണ്ട് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചാൽ സെറിബ്രമാണ്. ഇനി അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഓബ്ലോങ്കേറ്റ. എങ്ങനെ മനസ്സിലായി? അനൈച്ഛിക ഏതൊക്കെയാ? അകത്ത് നടക്കുന്ന എന്തൊക്കെയാ? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം അല്ലെ, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം അങ്ങനെയുള്ള തുടങ്ങിയ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക അനൈച്ഛിക പ്രവർത്തനങ്ങൾ. ഇതിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? മെഡുല ഓബ്ലോങ്കേറ്റ. നമ്മുടെ ശരീരത്തിൽ ചുമ, തുമ്മൽ, ഛർദി ഇതൊക്കെ വരത്തിലൂടെ, ചുമ, തുമ്മൽ, ഛർദി ഇവയൊക്കെ നിയന്ത്രിക്കുന്നതും മെഡുല ഓബ്ലോങ്കേറ്റ. അപ്പൊ ചുമ, ഛർദി, തുമ്മല് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല ഓബ്ലോങ്കേറ്റയാണ്. അപ്പം ഈ മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങൾക്ക് സെറിബ്രം ഇല്ല. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് ഏതാണ്? സെറിബ്രം. നമുക്കൊരു സെറിബല്ലമില്ലേ? എന്താ? മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം എന്ന് ചോദിക്കാറില്ലേ? മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബല്ലമാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കുന്നത്, തലച്ചോറിലെ ലിറ്റിൽ ബ്രെയിൻ എന്ന് വിളിക്കുന്നത് സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, ശരീരത്തിലെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നു. അപ്പൊ നല്ല രണ്ട് ചോദ്യങ്ങളാണ്. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും തുലനാവസ്ഥ നിയന്ത്രിക്കുന്നതും മദ്യം ബാധിക്കുന്നതും ഒക്കെ ആയ ശരീരഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. സെറിബെല്ലമാണ്. എന്താ വിശേഷണം സെറിബെല്ലത്തിന്? സെറിബെല്ലത്തിന് വിശേഷണമാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ? റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ തലാമസിനെയാണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. പിന്നെ ഈ വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തിയൊക്കെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസിനെയാണ് കേട്ടോ. ഹൈപ്പോ തലാമസിലാണ് വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തിയൊക്കെ നിയന്ത്രിക്കുന്നത് കേട്ടോ. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസിലാണ്. അതൊക്കെ ഓർത്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏതൊക്കെയായിരുന്നു? പറഞ്ഞു വന്നത് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രവും അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഓബ്ലോങ്കേറ്റി. ലിറ്റിൽ ബ്രെയിൻ ഏതാ? സെറിബെല്ലം അല്ലെ. റിലേ സ്റ്റേഷൻ ഏതാ? തലാമസ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഏതില? തലാമസ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, ശരീരോഷ്മാവ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ്. ചുമ, ഛർദി, തുമ്മൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല ഓബ്ലോങ്കേറ്റ. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നു, മദ്യം ബാധിക്കുന്നു. ഇതൊക്കെ എവിടാണ്? ഇതൊക്കെ സെറിബെല്ലത്തിലാണ്. സെറ്റാണോ? ഓക്കെ. അപ്പൊ അതും നല്ലൊരു പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് വരാണ്. ഈ വർണ്ണാന്തത ഉണ്ടല്ലോ, നമുക്ക് വർണ്ണാന്തത പരിഹരിക്കുന്ന ടെസ്റ്റ് ആണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തത പരിഹരിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തതയ്ക്ക് നമ്മൾ വേറൊരു പേര് പറയത്തില്ലേ? ഡാൾട്ടനിസം എന്ന് വിളിക്കുന്നു. വർണ്ണാന്തതയ്ക്ക് മറ്റൊരു പേരെന്താണ്? ഡാൾട്ടനിസം. ഈ ജോൺ ഡാൾട്ടൻ ഇല്ലേ, ഇദ്ദേഹത്തിന് ഈ രോഗം ഉണ്ടായിരുന്നത്. അറ്റോമിക സിദ്ധാന്തത്തിന്റെ പിതാവല്ലേ ജോൺ ഡാൾട്ടൻ. ഈ ജോൺ ഡാൾട്ടന് ഈ അസുഖം ഉണ്ടായിട്ട് ഇതിനെന്ത് വിളിച്ചു? ഡാൾട്ടനിസം എന്ന്. അപ്പൊ വർണ്ണാന്തത പരിഹരിക്കുന്ന ഏതാണ്? അത് ഇഷിഹാര ടെസ്റ്റ്. പക്ഷെ നിശാന്തത ഉണ്ടല്ലോ, നിശാന്തത പരിഹരിക്കുന്നത് റോസ് ബംഗാൾ ടെസ്റ്റാ. വർണ്ണാന്തത ഇഷിഹാരയാണെങ്കിൽ നിശാന്തത ഏതാണ്? റോസ് ബംഗാൾ ടെസ്റ്റ് ആണ്. ഇത് പരിഹരിക്കുന്ന ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഒത്തിരി ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ വർണ്ണാന്ത വേറെ 2-3 ടെസ്റ്റ് ചോദിക്കട്ടെ. ക്യാൻസർ നിർണയ ടെസ്റ്റ് ഏതാണ്? ക്യാൻസർ നിർണയ ടെസ്റ്റ് ബയോപ്സി അല്ലെ. ബയോപ്സി അല്ലെ ക്യാൻസർ നിർണയ. അതുപോലെ സ്തനാർബുദം ചോദിച്ചിട്ടുണ്ട്. സ്തനാർബുദം, മാമോഗ്രാഫി. സ്തനാർബുദം ഏതാ? മാമോഗ്രാഫി. അതുപോലെ വേറൊന്നും ഉണ്ടല്ലോ, പാപ്സ്മിയർ ടെസ്റ്റ്. പാപ്സ്മിയർ ടെസ്റ്റ് കേട്ടിട്ടില്ലേ? നമ്മുടെ ഏതാണ്? ഗർഭാശയ ക്യാൻസർ. ഗർഭാശയ ക്യാൻസർ, പാപ്സ്മിയർ. സ്തനാർബുദം ഏതാണ്? സ്തനാർബുദം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നമ്മുടെ മാമോഗ്രാഫി ടെസ്റ്റ്. പിന്നെ ഷിക്ക് ടെസ്റ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഷിക്ക് നല്ലൊരു ചോദ്യം. ഷിക്ക് ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ആവർത്തിക്കുന്ന ചോദ്യമാണ് കേട്ടോ. 10th ലെവൽ പരീക്ഷയ്ക്ക് ഷിക്ക് ടെസ്റ്റ് ചോദിക്കൂടെ. ഡിഫ്തീരിയ കണ്ടോ? ഡിഫ്തീരിയ
ഡിഫ്തീരിയ. ഇവിടെ ചന്ദ്രകലയുണ്ട്, ഇവിടെയും ചന്ദ്രകലയുണ്ട്. ഷിക്ക് ടെസ്റ്റ്, ഡിഫ്തീരിയ. അതുപോലെ വൈഡൽ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. വൈഡൽ ടെസ്റ്റ് ഏതാണ്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ടൈഫോയിഡ് ആണ് വൈഡൽ ടെസ്റ്റ്. കുടലിനെ ബാധിക്കുന്ന ഒരു രോഗമല്ലേ ടൈഫോയിഡ്. ഡിഫ്തീരിയ തൊണ്ടയെ ബാധിക്കുന്നതാ കേട്ടോ. ഇതൊക്കെ ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട. അപ്പൊ ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ, വൈഡൽ ടെസ്റ്റ് ഏതാണ്? ടൈഫോയിഡ്. ലെപ്രാമിൻ ടെസ്റ്റ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലെപ്രാമിൻ, ഹിസ്റ്റാമിൻ, അത് കുഷ്ഠവുമായി ബന്ധപ്പെടുന്നത്. ലെപ്രാമിനും ഹിസ്റ്റാമിനും ടെസ്റ്റ് ഏതാണ്? കുഷ്ഠവുമായി ബന്ധപ്പെടുന്നു. എയ്ഡ്സ് നിർണയ ടെസ്റ്റ് ഏതാണ്? നമുക്ക് എയ്ഡ്സ് ഒത്തിരി ടെസ്റ്റ് ഉണ്ട്. നേവ ടെസ്റ്റ്, എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, ഇങ്ങനെ പറയുന്ന എയ്ഡ്സ് ടെസ്റ്റുകളാണ്. അതിൽ എയ്ഡ്സ് നിർണയ ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് നിർണയ ടെസ്റ്റ് ഏതാ? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ബിലിറൂബിൻ ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെടുന്നതാണ്. മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടതാണ് ബിലിറൂബിൻ ടെസ്റ്റ്. അതുപോലെ വേറൊന്നുണ്ട് ഡോപ്പിംഗ്. ഡോപ്പിംഗ് ടെസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഈ ഡോപ്പിംഗ് ടെസ്റ്റ് നമ്മളെ ഉത്തേജക മരുന്നുമായി ബന്ധപ്പെട്ടത് കായിക താരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഡോപ്പിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ പോളിഗ്രാഫ് ടെസ്റ്റ്, കള്ളനോട്ട്, ഈ കള്ളം കണ്ടുപിടിക്കുന്ന, കള്ളനോട്ടല്ല കള്ളം പറയുന്നതുമായി ബന്ധപ്പെട്ടതാണ് പോളിഗ്രാഫ് ടെസ്റ്റ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ, വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്, ലെപ്രാമിനും ഹിസ്റ്റാമിനും കുഷ്ഠം, മാൻഡോക്സ് ടെസ്റ്റ്. മാൻഡോക്സ് ടെസ്റ്റ് ക്ഷയമാണ്. മാൻഡോക്സ് ടെസ്റ്റ് ഏതാണ്? ക്ഷയമാണ്. അത് നല്ലൊരു പോയിന്റ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ വർണ്ണാന്തതയുടെ ചോദിച്ചിട്ടുണ്ട്. ഇഷിഹാര ടെസ്റ്റ്, അതുപോലെ നിശാന്തതയുടെ റോസ് ബംഗാൾ ടെസ്റ്റ്. ഓക്കെ, അടുത്തൊരു പോയിന്റ്. ഓക്കെ, ഇതും പഠിച്ചു വെച്ചിരിക്കണേ. സ്കൂൾ ടെസ്റ്റിലുള്ളതാ. ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്? നമ്മുടെ ഗ്ലൂക്കോസ് ശരീരത്തിലെ സാധാരണ അളവ് 70-110 കേട്ടോ. 70-110. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ഈ അടുത്ത കാലത്ത് 2 പരീക്ഷയ്ക്ക് ആവർത്തിച്ച ചോദ്യം. 9-11 മതി. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് എത്രയാണ്? 9-11. ഗ്ലൂക്കോസ് എത്രയാണ്? 70-110 ആണ്. അത് രണ്ടും ഒന്ന് നോക്കിയിട്ട് പോണേ. അടുത്തത് ഈ നമ്മുടെ ഒരു ദിവസത്തെ ദൈനംദിന പ്രവർത്തനമില്ലേ? രാവിലെ ഉണരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെ വൈകുന്നേരം ആവുന്ന പ്രവർത്തനങ്ങളില്ലേ? അങ്ങനെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കുന്ന ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയായ പൈനിയൽ ഗ്രന്ഥി. അപ്പൊ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥി. ഈ പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ് മെലാറ്റോണിനും സെറാട്ടോണിനും. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ഓർമ്മയുണ്ടോ? ദാ കിടക്കുന്ന ആ പോയിന്റ്. ഉറങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ഹോർമോൺ ഏത്? കൃത്യമായിട്ട് ഉറക്കം കൊടുക്കണേ. നിങ്ങളുടെ ശരീരത്തിന് എത്രയെന്ന് പറഞ്ഞാലും പഠിക്കുന്നതിന് നമുക്ക് ഉറക്കം ആവശ്യമായി വരും. അല്ലാതെ ഉറക്കം കിട്ടാൻ നമുക്ക് ഒരു മാക്സിമം 6 കൂടുതൽ എന്തായാലും 6 താഴെ ഒട്ടും വരരുത്. 6, 7, 8 വരെ പോവാം. അപ്പം 8 കഴിഞ്ഞ് 10 മണിക്കൂർ ഉറങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞ, 6 കൂടുതൽ എന്തായാലും നിങ്ങളൊന്ന് ഉറങ്ങണേ. അപ്പൊ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ എന്നാണ്. മെലാറ്റോണിൻ. മനുഷ്യ ശരീരത്തിലെ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൊണ്ടുവരുന്നത് പൈനിയൽ ഗ്രന്ഥിക്കാരാണ് കേട്ടോ. അപ്പം മനുഷ്യ ശരീരത്തിലെ എന്തായിരുന്നു പൈനിയൽ ഗ്രന്ഥി നമ്മൾ വിളിച്ചിരുന്നത്? ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിച്ചില്ലേ മനുഷ്യ ശരീരത്തിലെ? അപ്പൊ താളക്രമം നിയന്ത്രിക്കുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ്. പൈനിയൽ ഗ്രന്ഥി 2 ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഏതൊക്കെയാ? സെറാട്ടോണിനും മെലാറ്റോണിനും. ഉറങ്ങാൻ സഹായിക്കുന്നത് മെലാറ്റോണിൻ ആണെങ്കിൽ സെറാട്ടോണിൻ മനുഷ്യന്റെ വൈകാരിക അവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? സെറാട്ടോണിൻ ആണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ എന്ന് വിളിക്കുന്നത്. ഗർഭിണികൾക്കൊക്കെ ഡോക്ടർമാർ കുത്തിവയ്ക്കുന്ന നമ്മൾ പറയല്ലോ ഓക്സിറ്റോസിൻ. ഗർഭപാത്രത്തിന്റെ സങ്കോചം, പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. ഇനി ഗർഭാശയ വളർച്ചയ്ക്കും ഗർഭാധാരണത്തിനും ഭ്രൂണത്തെ നിലനിർത്താനും സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ എന്ന് വിളിക്കുന്നു. ഏതായിരുന്നു? പ്രൊജസ്റ്ററോൺ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് നമ്മുടെ പ്രൊലാക്റ്റിൻ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. അപ്പം ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാൻ ഉപയോഗിക്കുന്നത് ഓക്സിറ്റോസിൻ. ഗർഭാശയ വളർച്ചയ്ക്കും ഗർഭാധാരണത്തിനും ഭ്രൂണത്തെ നിലനിർത്താനും സഹായിക്കുന്നത് പ്രൊജസ്റ്ററോൺ. അതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു ഭാഗം 3 നല്ലൊരു ക്വസ്റ്റ്യനാ. അപ്പൊ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് പറഞ്ഞേ? പ്രൊലാക്റ്റിൻ. ആ വേടൊക്കെ അങ്ങ് ശീലിച്ചു വെച്ചിരിക്കണേ, പ്രൊലാക്റ്റിൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ഓക്കെ. അപ്പം സയൻസിന്റെ കുറച്ച് കാര്യം, ഒത്തിരി കഴിഞ്ഞാലും ഞാനൊരു സയൻസ്
അധ്യാപകനല്ല. അപ്പോൾ ഇയാൾ ഇതെന്തോ പറയുന്നത് സയൻസ് സാർമാർ പറയുമ്പോൾ ആധികാരികമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ലെ. ഞാനെന്ന് പറഞ്ഞാൽ റിവിഷൻ കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇങ്ങനെയുള്ളത് കാണുമ്പോൾ ഞാൻ അത് റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ട് എഴുതി തന്നു. അല്ലാതെ നിങ്ങൾക്ക് ഒരു ബോർ അടിക്കരുത്, അത് സയൻസ് ആണല്ലോ ഇതെന്താ ഇങ്ങനെയെന്നോ ചോദിച്ചല്ലേ. ഇനി നമുക്ക് കുറച്ച് GK കേട്ടാലോ. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് കായിക ബഹുമതിയിൽ സന്തോഷ് ട്രോഫി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ അല്ലെ. ഇന്ത്യയുടെ ലോകകപ്പ് ഫുട്ബോൾ എന്നറിയപ്പെടുന്നത് സന്തോഷ് ട്രോഫിയാണ്. ലോകകപ്പ് ഫുട്ബോൾ എന്നറിയപ്പെടുന്നത് സന്തോഷ് ട്രോഫി 1941 വന്നത്. അപ്പൊ ഇന്ത്യയുടെ ലോകകപ്പ് ഫുട്ബോൾ എന്നറിയപ്പെടുന്നത് ഏത് ട്രോഫിയാ? സന്തോഷ് ട്രോഫി. എന്നാ വന്നത് 1941. എന്നാൽ ലോകകപ്പ് ഫുട്ബോൾ ആരംഭിച്ചത് അത് 30-ലാണ്. ലോകകപ്പ് ഫുട്ബോൾ ആരംഭിച്ച വർഷം എന്ന 30-ല്, അതായത് ഉറൂഗയിൽ വെച്ച് നടന്ന ആദ്യത്തെ വിജയി ഉറൂഗ തന്നെയായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ അത് 30-ലാണ്. ലോകകപ്പ് ഫുട്ബോൾ നടന്ന വർഷം ആദ്യ വിജയി ആരാ ലോകകപ്പ് ഫുട്ബോളിന്റെ? ഉറൂഗെ. ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ വിജയി ആരാന്നറിയാമോ? ആദ്യ വിജയ് ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസ് ആണ്. ലോകകപ്പ് ക്രിക്കറ്റ് തുടങ്ങിയ വർഷം 75. 1975 നടന്നു. ആദ്യത്തെ വിജയ് വെസ്റ്റ് ഇൻഡീസ്. ലോകകപ്പ് ഹോക്കി നടന്നത് 71-ലാണ് കേട്ടോ. ലോകകപ്പ് ഹോക്കി നടന്ന വർഷം എന്ന 71. ആദ്യ വിജയ് പാകിസ്ഥാനാണ്. ആദ്യ വിജയ് പാകിസ്ഥാൻ. അപ്പൊ 3ന്റെ ആദ്യ വിജയം ഒക്കെ നോക്കാം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യ വിജയ് ഉറൂഗെ, ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ വിജയ് വെസ്റ്റ് ഇൻഡീസ്, ലോകകപ്പ് ഹോക്കിയുടെ ആദ്യ വിജയ് ആരാ? പാകിസ്ഥാൻ. വർഷങ്ങളൊന്നും കൂടെ പറഞ്ഞേ. ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങിയ വർഷം 30, ക്രിക്കറ്റ് തുടങ്ങിയത് 75, ഹോക്കി തുടങ്ങിയത് 71. അപ്പൊ നമുക്ക് സന്തോഷ് ട്രോഫിയിലേക്ക് വരാം. സന്തോഷ് ട്രോഫി 41 ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിന് ആ പേരിട്ടത്? മന്മഥ് റായി ചൗധരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ റണ്ണേഴ്സ് അപ്പിന് കൊടുക്കുന്ന ട്രോഫിയുടെ പേര് കമലാ ഗുപ്ത ട്രോഫി എന്നും 3ാം സ്ഥാനക്കാർക്ക് കൊടുക്കുന്നത് സാംബാജി കപ്പ് എന്നതായിരുന്നു. 3ാം സ്ഥാനക്കാർക്ക് സാംബാജി കപ്പ് എന്നതാണ്. അപ്പൊ 1ാം സ്ഥാനം സന്തോഷ് ട്രോഫി, 2ാം സ്ഥാനം കമലാ ഗുപ്ത ട്രോഫി, 3ാം സ്ഥാനം ഏതാണ്? സാംബാജി ട്രോഫി അല്ലെ. എന്നാ തുടങ്ങിയത് 41. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? സന്തോഷ് ട്രോഫി മന്മഥ് റായി ചൗധരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ഈ സന്തോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഇപ്പം ഇന്ത്യയിലില്ല, തുടങ്ങുമ്പോ ഇന്ത്യയില, ഇപ്പം ബംഗ്ലാദേശിലാണ്. സന്തോഷ് ട്രോഫിയിലെ സന്തോഷ് എന്ന് പറയുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗ്ലാദേശിലാണ് കേട്ടോ. ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിട്ടിയത് നമ്മുടെ ബംഗാളിനാണ്. ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ തവണ നേടിയത്. ബംഗാൾ നമ്മൾ പഠിക്കാറില്ലേ? എത്ര തവണ കേരളം നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 7 തവണ നേടിയായിരുന്നു. 71-ലും 73, 91, 92, 2001, 2004, 2017, 2021 കാലഘട്ടത്തിൽ കിട്ടിയായിരുന്നു. 24-25 സന്തോഷ് ട്രോഫി ജേതാക്കൾ. 28ാമത്തെ സന്തോഷ് ട്രോഫി പശ്ചിമ ബംഗാളിൽ. അന്ന് 24-25 അന്ന് നടന്നത് ഹൈദരാബാദിലാണ്. അടുത്ത സന്തോഷ് ട്രോഫി നടന്നായിരുന്നു, അത് ഹൈദരാബാദിലായിരുന്നു അല്ലേ. ഇനി പാരാ ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആവണി ലഖാര. തിരിഞ്ഞു പോരുത്. നമ്മുടെ പാരാ ഒളിമ്പിക്സ് തുടങ്ങിയതിന് ശേഷം അതിൽ നിന്നും സ്വർണം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാടെ? ആവണി ലഖാര. 100 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ്. പാരാ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന ബഹുമതിയും ആവണി ലഖാരയ്ക്കാണ് കേട്ടോ. ഇനി ഈ 2024 പാരാ ഒളിമ്പിക്സ് നടന്നു. ആ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ കായിക താരം പ്രീതി പാലാണ് കേട്ടോ. അപ്പൊ പാരാ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയത് ആദ്യത്തതും അടുത്തതും ആയ ഒളിമ്പിക്സിലാണ് ആവണിയിലെ. ഒരേ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ കായിക താരം ഏതെന്ന് ചോദിച്ചാൽ പ്രീതി പാൽ അത്ലറ്റിക്സിലായിരുന്നു. അതൊരു ചിലപ്പം കയറി ചോദിച്ചാലോ. അടുത്ത നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയിലെ KL രത്ന പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് KL രത്ന പുരസ്കാരം. 91-92 ഇത് തുടങ്ങുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും അന്ന് രാജീവ് ഗാന്ധി KL രത്ന പുരസ്കാരം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിന്റെ നേതൃത്വത്തിൽ, ധ്യാൻചന്ദിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഹോക്കി മാന്ത്രികനാണ്, ഹോക്കി ക്യാപ്റ്റൻ, ഹോക്കി മാന്ത്രികൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? ധ്യാൻചന്ദ് അല്ലെ. ധ്യാൻചന്ദിന്റെ ആത്മകഥയുടെ പേരായി ദ ഗോൾ കേട്ടോ. ഇത് ഗോള് ധ്യാൻചന്ദിന്റെ. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 കേട്ടോ. ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് 29. സംസ്ഥാന കായിക ദിനം എന്നാണെന്നറിയാമോ? ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനം. GV രാജയുടെ ജന്മദിനമാണ്. GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനവും ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ആരുടെ ജന്മദിനം? ധ്യാൻചന്ദിന്റെ ജന്മദിനം. ഇത് ആരുടെ ജന്മദിനം? ഇത് നമ്മുടെ GV രാജ, ഗോദവർമ്മ രാജയുടെ ജന്മദിനം. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 ആണെങ്കിൽ സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി ഏതാണ്? കായിക ബഹുമതി ധ്യാൻചന്ദ് KL രത്ന പുരസ്കാരം. എന്നാ കൊടുത്തു തുടങ്ങിയ 91-92. ആദ്യമായി ലഭിച്ചത്
നമ്മുടെ ചെസ് ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിനെയാണ്. ആദ്യത്തെ വനിത കർണം മല്ലേശ്വരി. 94-ൽ കർണം മല്ലേശ്വരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർണം മല്ലേശ്വരി എന്താ ഈ ഭാരോദ്വഹനത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന വനിത. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യമായിട്ട് വെങ്കല മെഡൽ ഒരു വനിതയ്ക്ക് കിട്ടിയത് ഭാരോദ്വഹനത്തില നമ്മുടെ കർണം മല്ലേശ്വരിക്ക്. പിന്നെ ആദ്യത്തെ മലയാളി KM ബീനാമോൾ 2002-3 കേട്ടോ. 2002-3 പിന്നെ തൊട്ടടുത്ത വർഷം തന്നെ വീണ്ടും ഒരു മലയാളി കിട്ടി, അഞ്ജു ബോബി ജോർജിന് കിട്ടിയത് 3-4. അപ്പം ആദ്യത്തെ ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരെന്ന് വെച്ചാൽ KM ബീനാമോൾ. രണ്ടാമത്തെ മലയാളി ആരാണ്? അഞ്ജു ബോബി ജോർജ്. ഒരു മലയാളിക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ മലയാളി നമ്മുടെ പ്രിയപ്പെട്ട PR ശ്രീജേഷിന് കിട്ടിയായിരുന്നു. 2021 എറണാകുളംകാരനായ PR ശ്രീജേഷിനും കിട്ടി. ഏതാ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി. സമ്മാന തുക 25 ലക്ഷം രൂപയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നോക്കിയത്? 24-ലെ ഖേൽരത്ന പുരസ്കാരം മനു ഫാക്കർ ഷൂട്ടിങ്ങിന് കൊടുത്തു. ഹർമൻപ്രീത് സിംഗ് പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗിനും കൊടുത്തു. ഡി ഗുഗേഷ് നമ്മുടെ ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷിന് കൊടുത്തു. പ്രവീൺ കുമാറിന് കൊടുത്തത് ഇത് ചിലവർ മറന്നുവോ, ഹൈജംപ് പാരാ ഒളിമ്പിക്സ് താരമായ പ്രവീൺ കുമാറിന് കിട്ടി. അപ്പൊ കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച 4 വ്യക്തികൾ ആരൊക്കെയാണ്? ഷൂട്ടിങ്ങിൽ മനു ഫാക്കറും, പിന്നെ ഹർമൻപ്രീത് സിംഗ് അതാ ഹോക്കി ടീം ക്യാപ്റ്റനും, പിന്നെ ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനും, പിന്നെ ആരായിരുന്നു? പിന്നെ നമ്മുടെ പാരാ ഒളിമ്പിക്സ് ഹൈജമ്പ് താരമായ പ്രവീൺ കുമാറിന് കിട്ടിയായിരുന്നു. ഓക്കെ, ഇനി 2014-ൽ നിലവിളി സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു നിലവിളി സമരം നടത്തിയത് അത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ വൈകുണ്ഠസ്വാമികളെയാണ്. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് വിളിക്കുന്നത് വൈകുണ്ഠസ്വാമിയാണ്. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി ഇദ്ദേഹമാണ് ആദ്യ സംഘടന കൊണ്ടുവരുന്നത്. ഇദ്ദേഹം കൊണ്ടുവന്ന സംഘടന ആദ്യമായിട്ട് കേരളത്തിൽ ഒരു നവോത്ഥാന സംഘടന കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ്. ഏതാണെന്നറിയാമോ ഇദ്ദേഹത്തിന്റെ സംഘടന? സമത്വ സമാജം. അപ്പൊ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു നവോത്ഥാന സംഘടന കൊണ്ടുവരുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമി. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താ? കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി. കേരള നവോത്ഥാനത്തിന്റെ പിതാവല്ല, പിതാവ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി വൈകുണ്ഠസ്വാമി. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. 1836. നമ്മുടെ ചാനാലകളെ പിന്തുണച്ച നവോത്ഥാന നായകനും വൈകുണ്ഠസ്വാമികളാണ്. ചാനാലകളെ പിന്തുണച്ച നവോത്ഥാന നായകൻ. പിന്നെ ഈ അവർണരുമൊത്ത് രഥത്തിന്റെ തേര് വലിച്ചതാരെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികൾ. നാഗർകോവിലെ സാമിത്തോപ്പിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് കേട്ടോ. നാഗർകോവിലെ സാമിത്തോപ്പിൽ ജനിച്ചത് വൈകുണ്ഠസ്വാമികളാ. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നു. പിന്നെ അഖിലത്തിരുട്ട്, അമ്മാനെ അരുൾനൂല് അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. അഖിലത്തിരുട്ട്, അമ്മാനെ അരുൾനൂൽ എന്നീ പ്രശസ്ത കൃതികൾ ആരുടെയാണ്? അത് നമ്മുടെ വൈകുണ്ഠസ്വാമികളെയാണ്. അപ്പം വൈകുണ്ഠസ്വാമികളാണ് ചാനാലകളെ പിന്തുണച്ചത്. നിഴത്തങ്കൽ എന്ന ആരാധനാലയമാരുടെ അതുപോലെ സമബന്ധി ഭോജനം നടത്തിയതാര്? എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കാവുന്ന മുന്തിരി കിണർ കൊണ്ടുവന്നതാര്? ആരാ? വൈകുണ്ഠ. അപ്പൊ സമബന്ധി ഭോജനം വൈകുണ്ഠസ്വാമികൾ, മുന്തിരി കിണർ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ പ്രസ്താവന ഏതാണ്? പ്രസ്ഥാനം ഏതാ? 1836 നമ്മുടെ സമത്വ സമാജമാണ് അല്ലെ. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ തന്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാര ലംഘനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം. വെരി വെരി ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിന്റെ ഒരു മുദ്രാവാക്യം ഉണ്ടാവും. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന വാക്യം വൈകുണ്ഠസ്വാമികൾ. നിഴൽത്താങ്കൽ എന്ന ആരാധനാലയം വൈകുണ്ഠസ്വാമികൾ. അപ്പൊ മുന്തിരി കിണർ, സമബന്ധി ഭോജനം, നിഴൽത്താങ്കൽ ആരാധനാലയം ഇതൊക്കെ ആരുടെയാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമികളുടെയാണ്. പിന്നെ കേരളത്തിൽ ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രവും ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രവും എറണാകുളത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രം എറണാകുളം തട്ടേക്കാടാണ്. തട്ടേക്കാട് സലീം അലിയുടെ പേരിലല്ലേ സലീം അലി പക്ഷി സങ്കേത കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രവും എറണാകുളം മംഗളവനമാണ്. മംഗളവനം ഏറ്റവും ചെറുത് ഏതാണ്? മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രം അല്ലെ. എന്താ പ്രത്യേകത? മംഗളവനത്തിന് എന്തൊക്കെയാ പ്രത്യേകത? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേത കേന്ദ്രം, ഒരു നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം, കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം, കണ്ടൽ വനങ്ങൾ നിറഞ്ഞ പക്ഷി സങ്കേത കേന്ദ്രം ഏതാ? മംഗളവനം. അപ്പൊ അത് 4 ഇമ്പോർട്ടന്റ്. എന്തൊക്കെയാണ്? കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്താണ് മംഗളവനം, ഒരു നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. പിന്നെ ഏതാ പറഞ്ഞത്? കണ്ടൽ കാടുകൾ നിറഞ്ഞ കേരളത്തിലെ പക്ഷി സങ്കേത കേന്ദ്രം ഏതാണ്? മംഗളവനം. നമുക്കൊരു മംഗളാദേവി ക്ഷേത്രമില്ലേ? എന്താ മംഗളാദേവി ക്ഷേത്രം? ഇടുക്കിയിൽ. കേരളവും
തമിഴ്നാടും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ക്ഷേത്രം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇടുക്കിയിലെ മംഗളാദേവി ക്ഷേത്രമാണ് കേട്ടോ. കണ്ണകി എന്ന പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുന്ന മംഗളാദേവി ക്ഷേത്രമാണ്. ഏറ്റവും വലുത് ഏതാണ്? തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തതും ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തതുമായ പക്ഷി സങ്കേത കേന്ദ്രം അത് വന്യജീവി സങ്കേത കേന്ദ്രം പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തതും ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. 1934 ഇത് വരുമ്പോ വേറൊരു പേരായിരുന്നു, നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി എന്നാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യകാല നാമം എന്താണ്? നമ്മുടെ ചിത്തിര തിരുനാളില്ലേ, അന്ന് രാജാവാണല്ലോ, ചിത്തിര തിരുനാളിന്റെ കാലത്താണ് കൊണ്ടുവരുന്നത്. നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി എന്നാണ്. 1934 പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം. ആദ്യകാല നാമം നെല്ലിക്കാമ്പട്ടി എന്നാണ്. മറ്റൊരു പേരുണ്ട്, തേക്കടി വന്യജീവി സങ്കേത കേന്ദ്രം എന്നറിയപ്പെടുന്നതും ഏറ്റവും വലിയ വന്യജീവി സങ്കേത കേന്ദ്രത്തിന്. അപ്പൊ തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം ആരുടെ പേരിലാണ്? സലീം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം. നമ്മുടെ സലീം അലിയുടെ പേരിൽ ദേശീയ പാർക്ക് ഉണ്ട്, ജമ്മു കാശ്മീർ. നല്ലൊരു പോയിന്റാ. സലീം അലി ദേശീയ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് സലീം അലി ദേശീയ പാർക്ക് ഉള്ളത്. അതുപോലെ സലീം അലിയുടെ പേരിൽ വന്യജീവി സങ്കേത കേന്ദ്രം ഗോവയിലും ഉണ്ട് കേട്ടോ, ഗോവയിൽ. അപ്പൊ സലീം അലി പക്ഷി സങ്കേത കേന്ദ്രം എറണാകുളത്ത്, സലീം അലി വന്യജീവി സങ്കേത കേന്ദ്രം ഗോവയില്, സലീം അലിയുടെ പേരിൽ ദേശീയ പാർക്ക് ഉള്ളത് എവിടെയാണ്? ദേശീയ പാർക്ക് ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ജമ്മു കാശ്മീർ. അതുപോലെ സലീം അലി ഓർണിത്തോളജി സെന്റർ സ്ഥിതി ചെയ്യുന്ന, ഓർണിത്തോളജി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരുണ്ട്. കോയമ്പത്തൂർ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് നമ്മുടെ ഇരവികുളം ദേശീയ പാർക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേത കേന്ദ്രം ചോദിച്ചാൽ പെരിയാറും, ഏറ്റവും വലിയ ദേശീയ പാർക്ക് ചോദിച്ചാൽ ഇരവികുളമാണ്. എന്നാ വന്നത് ഇരവികുളം? 1978 കേട്ടോ. 75 ഇത് വന്യജീവി സങ്കേത കേന്ദ്രമായിട്ട് വരികയും 78 ഇതിനെ ദേശീയ പാർക്ക്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാണ്? ഇരവികുളം ദേശീയ പാർക്കാണ് അല്ലെ. നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാട്, വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താ? നീലഗിരി ട്രാഗസ്. വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ട്രാഗസ് വരയാടിന്റെ ശാസ്ത്രീയ നാമം. അതിവിടെയാണ്. നീലക്കുറിഞ്ഞി, നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താ? സ്ട്രോബിലാന്തസ് കുന്തിയാന. സ്ട്രോബിലാന്തസ് കുന്തിയാന. അതൊക്കെ ഇരവികുളം ദേശീയ പാർക്കിലെ രാജമല ദേശീയോദ്യാനം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇരവികുളം ദേശീയ പാർക്ക് ഇടുക്കി ജില്ലയിലെ നമ്മളെ ദേവികുളം താലൂക്കില് മൂന്നാർ പഞ്ചായത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതിനകത്ത് തന്നെയാണ് ഈ ആനമുടി. ഈ ഇരവികുളം ദേശീയ പാർക്കിലാണ് ആനമുടിയും സ്ഥിതി ചെയ്യുന്നത്. ആനമുടി ഏത് പഞ്ചായത്തിൽ എന്നൊക്കെ ചോദിച്ചാലേ ദേവികുളം താലൂക്കില് മൂന്നാർ പഞ്ചായത്തിലാണ്. അപ്പൊ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാണ്? ഇരവികുളം. ഏറ്റവും ചെറുതായതാ? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പാർക്ക് പാമ്പാടും ചോല അല്ലെ. ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള പാമ്പാടും ചോല. ഇടുക്കിക്ക് വെളിയിൽ ഒരാളെ ഉള്ളൂ, ആരാ? സൈലന്റ് വാലി മാത്രമല്ലേ ഉള്ളൂ ദേശീയ പാർക്ക് ഇടുക്കിക്ക് വെളിയിലായിട്ട്. 1984 ദേശീയ പാർക്കായിട്ട് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കും. 1985 രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. അപ്പം സൈലന്റ് വാലി ദേശീയ പാർക്കായി പ്രഖ്യാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ മതി. 84 സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ 85 രാജീവ് ഗാന്ധിയാണ് അല്ലെ. സൈരന്ത്രി വനം എന്നാണ് മഹാഭാരതത്തിൽ സൈലന്റ് വാലിയെ അറിയപ്പെടുന്നത്. ഓക്കെ, 1927 രൂപീകരിച്ച സൈമൺ കമ്മീഷൻ. 3 മിഷൻ നമുക്ക് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അല്ലെ. ബ്രിട്ടീഷുകാരുടെ സൈമൺ കമ്മീഷൻ, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ. സൈമൺ കമ്മീഷൻ 1927 രൂപീകരിച്ചത്. ഇന്ത്യയിൽ എത്തിയത് എന്താണെന്നറിയാമോ? അത് ചിലപ്പം ചോദിച്ചാൽ 1928 എന്ന് പറഞ്ഞാൽ മതി. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം എന്നാണ് 28. അതിന്റെ തലവൻ ജോൺ സൈമൺ ആണ്. പിന്നെ വന്നതാണ് 42 ഇന്ത്യയിൽ വന്നത് ക്രിപ്സ് മിഷൻ. അതിന്റെ തലവൻ ആരെന്ന് ചോദിക്കും? സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷന്റെ തലവൻ ആരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്. 42 വരുന്നത്. പിന്നെ ഒരു പ്രത്യേകത ഏതെന്ന് ചോദിച്ചാൽ ഈ സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ ഈ ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിളിച്ചൊരു പേരുണ്ട്. മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് പറയുന്നത്, തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിളിച്ചത് ഈ ക്രിപ്സ് മിഷനെ. ക്രിപ്സ് മിഷൻ വന്നതെന്നാണ് 42 സ്റ്റാഫോർഡ് ക്രിപ്സ്. പിന്നെ ഒരെണ്ണം ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ രൂപീകരിക്കണമെന്ന് പറഞ്ഞ മിഷൻ ഏതാണ്? ക്യാബിനറ്റ് മിഷൻ അല്ലെ. ഈ ക്യാബിനറ്റ് മിഷൻ വന്നത് 46 ഇതിന്റെ തലവൻ പെദ്വിക് ലോറൻസ് ആണ്. പെദ്വിക് ലോറൻസ്. ഇവർ 3 പേരായിരുന്നു. പെദ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ഇവർ 3 പേരും കൂടെ ചേർന്ന് അതിന്റെ തലവൻ ആരെന്ന് വെച്ചാൽ പെദ്വിക് ലോറൻസ്. പക്ഷെ 3 പേരെയും കൂടെ അങ്ങ് പഠിച്ചേരെ.
പെറ്റ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. അത് ചോദിക്കാം, താഴെ പറയുന്നതിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തതാര് എന്ന് ചോദിക്കാം. ആരൊക്കെ പറയാം? പെറ്റ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. കിട്ടുമല്ലോ. അപ്പൊ 27 സൈമൺ കമ്മീഷൻ, 42 ക്രിപ്സ് മിഷൻ, 46 ക്യാബിനറ്റ് മിഷൻ. അടുത്ത നോക്കെ, ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാര സാധ്യമാവുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. നമ്മുടെ ഓസോൺ പാളി പോകുന്നതും ജെറ്റ് വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. പക്ഷേ മഴ, മഞ്ഞ്, കാറ്റ്, ഹരിതഗൃഹ പ്രഭാവം, ജീവനുള്ള മണ്ഡലം എന്നൊക്കെ അറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പൊ ജെറ്റ് വിമാനങ്ങൾ പോകുന്നത് എവിടെയാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ. മഴ, മഞ്ഞ്, കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് ഏതാണ്? അത് ട്രോപ്പോസ്ഫിയർ. ജീവനുള്ള മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര സംരക്ഷണം അയണോസ്ഫിയറിലാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര സംരക്ഷണം ഏതിലാണ്? അയണോസ്ഫിയറിലാണ്. ഉൽക്കാവർഷ പ്രദേശം എന്ന് വിളിക്കുന്നത് ഏതാണ്? ഉൽക്കാവർഷ പ്രദേശം അത് മിസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശം ഏതാണ്? മിസോസ്ഫിയർ. അപ്പൊ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷോഭണം ഒക്കെ നടക്കുന്നത് ഏതാ? മിസോസ്ഫിയറിലാണ്. ഇനി ഈ വാഹനങ്ങളുടെ ടയറുകളിലെ ചാലുകളും കട്ടകളും രൂപപ്പെടുന്നു. ഈ വാഹനങ്ങളുടെ ടയറുകൾ ചുമ്മാ അതിലൊരു ചാലും ഒരു കട്ടയൊക്കെ വെച്ചെടുപ്പിക്കുന്നു. അതെന്തിനാന്ന് ചോദിച്ചാൽ കർഷണം കൂട്ടാൻ വേണ്ടിയാണ്. ഇവിടെ തിരിഞ്ഞു പോയത് കർഷണം കൂട്ടാനാണ് എന്താണ് വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തൊക്കെ യന്ത്രങ്ങൾ ബോൾ ബെയറിംഗ് ചെയ്യത്തിലൂടെ അത് കർഷണം കുറയ്ക്കാനാണ്. യന്ത്രങ്ങൾ നമ്മൾ ഫാക്ടറിയിൽ കൊണ്ടുപോയി ബോൾ ബെയറിംഗ് നടത്തുന്നത് കർഷണം കുറയ്ക്കാനാണ്. ഇനി മോട്ടോർ വാഹനങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയവ രണ്ട് അഗ്രങ്ങളിലേക്കും വണ്ണം കുറഞ്ഞു വരുന്നു. കൂർത്തിരുന്നല്ലേ മോട്ടോർ വാഹനം, വിമാനം, വള്ളം എന്നൊക്കെ പറയുന്നത്. മോട്ടോർ വാഹനം, വിമാനങ്ങളൊക്കെ രണ്ട് അഗ്രവും വണ്ണം കുറഞ്ഞു വരുന്ന കൂർത്തിരിക്കുന്നത് അത് കർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ കർഷണം കുറയ്ക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? യന്ത്രങ്ങൾ ബോൾ ബെയറിംഗ് ചെയ്യുന്നത് കുറയ്ക്കാനാണ്. മോട്ടോർ വാഹനങ്ങളും വിമാനങ്ങളും ഒക്കെ കൂർത്തിരിക്കാൻ കാരണവും ഏതാണ്? കർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ്. കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബമാണ് യഥാർത്ഥവും തലകീഴായതും. പ്രതിബിംബം കോൺകേവിൻ്റെത് ഇങ്ങനെ എഴുതിയാലും മതി. മിഥ്യയും നിവർന്നതും. കേട്ടോ, കോൺകേവിന്റെ പ്രതിബിംബം ഏതാണ്? മിഥ്യയും നിവർന്നതും. അതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യനാ. കോൺവെക്സിന്റെ പ്രതിബിംബം, കോൺവെക്സ് ലെൻസിന്റെ യഥാർത്ഥവും തലകീഴായതും, കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബം മിഥ്യയും നിവർന്നതും. അല്ലെ, കോൺവെക്സ് ലെൻസ് അല്ലേ ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത് കോൺവെക്സ്. ഹ്രസ്വദൃഷ്ടിയോ? കോൺകേവ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് ഏതാണ്? അത് കോൺകേവ്. വിഷമദൃഷ്ടി പരിഹരിക്കുന്നത് സിലിണ്ടറിക്കൽ ലെൻസ്. വിഷമദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് ഏതാണ്? അപ്പം വിഷമദൃഷ്ടി സിലിണ്ടറിക്കൽ ലെൻസ്, ദീർഘദൃഷ്ടി കോൺവെക്സ് ലെൻസ്, ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ്. അല്ലെ, കുറച്ച് നല്ല കാര്യങ്ങൾ, ഒത്തിരി സമയം എടുത്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും കുറച്ച് നല്ല കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കുറേശ്ശെ അതാ പരീക്ഷയ്ക്ക് വിളിച്ചതിന് ശേഷം കിടന്ന് വെപ്രാളപ്പെടാതെ കുറേ ശ്രദ്ധിച്ച് ചെയ്യണം. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന ഒരു റിവിഷനുമായിട്ട് വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നാലും എന്റെ ഇഷ്ടപ്പെടലും നിങ്ങളുടെ ഇഷ്ടപ്പെടലും അല്ല, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഓരോ അധ്യാപകരും ആത്മാർത്ഥമായിട്ട് കുറെ കാര്യങ്ങൾ റിവിഷനുമായിട്ട് വരുന്നത്. ഇതൊന്നും അല്ല, ഇതിനേക്കായി ലക്ഷക്കണക്കിന് GK നിങ്ങളുടെ മുമ്പിലേക്ക് പഠിക്കാൻ കിടക്കുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ ഒരു പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സപ്പോർട്ടായിട്ട് മാത്രം നോക്കിയാൽ മതി. എപ്പോഴും ഞങ്ങൾ കൂടെ കാണും. എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടുമായിട്ട് നിങ്ങൾ കാണും. അപ്പം വിജയിക്കുക എന്നുള്ള ഒരു ഒറ്റ വാശിയിലൂടെ മുന്നോട്ട് പോവുക. കൂടെ ഉണ്ടായിരിക്കും. കയറുന്നതെല്ലാം നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ്. കുറച്ചു പേർക്ക് ഇന്ന പരീക്ഷ കിട്ടി, കുറച്ചു പേർക്ക് അടുത്ത പരീക്ഷ കിട്ടും. അത് മാത്രം, നിങ്ങളുടെ പരീക്ഷ അടുത്തതാണ് എന്നാ ചിന്തിച്ച് ഒരു ദിവസവും വേസ്റ്റ് ഇല്ലാതെ മുന്നോട്ട് പോകുക. ഒരു ദിവസവും നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കാതെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ നിങ്ങളുടെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കണ്ടേ, അതിനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ എത്തിച്ചേരണ്ടേ. അപ്പം മുമ്പിലോട്ട് പോവുക. ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.